ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ 45 ദിവസത്തെ വാക്സിനേഷനാണ്, ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ആളവിടെ കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കറിയത്തില്ലല്ലോ കരയാനാ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. കിടക്കുന്ന കണ്ടു. അറിയത്തില്ല ഇവന് ഇന്ന് കുത്തു കിട്ടാൻ പോവാണെന്നുള്ളത്. നമുക്ക് കുത്തുണ്ടായോ? കുട്ടുണ്ടായോ? നമുക്ക് കുട്ടുണ്ടായോടാ? കുട്ടുണ്ടായോ? കുറ്റാൻ പോവാ. നമ്മള് കുട്ടാൻ പോവാ. നമ്മള് കുട്ടാൻ കണ്ടാൽ ഞങ്ങള് കുത്തി വെക്കാൻ പോകുവാണല്ലോ. എന്താ ഒരു ആകാംക്ഷ കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതിന്റെ. പനി വരുമെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ എടുക്കാതിരിക്കാനും നിർവാഹമില്ല. ഡേറ്റ് കഴിഞ്ഞ ഓവറായി പോയി. 60 ദിവസമായി. 45 ദിവസം കഴിഞ്ഞുള്ള വാക്സിൻ ആയിരുന്നു. പക്ഷെ നമ്മളത് അന്ന് അവന് ചെറിയൊരു വയ്യാഴികയൊക്കെ ആയതുകൊണ്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഡോക്ടറും കൂടെ ഉണ്ട്. നമ്മുടെ അംഗനവാടിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. നല്ല തിരക്കുണ്ടല്ലോ. അല്ല, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു നഴ്സറിയിൽ അംഗനവാടിയിൽ വരാൻ വേണ്ടി കാത്തിരിക്കാനും തോന്നുന്നു. കാരണം ഹെൽത്ത് സെൻറ്ററിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കില്ല. എനിക്ക് കുഞ്ഞ് കാറിൽ കയറിയപ്പോഴേ ഉറക്കമായിട്ടുണ്ടായിരുന്നേ. എനിക്ക് നല്ല പേടിയായിരുന്നു. ആദ്യം കുഞ്ഞിനെ ഡോക്ടർ നോക്കുമായിരുന്നു, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെന്തോ നല്ല പേടിയുണ്ടായിരുന്നു. അയ്യോ വീരും വീരും. അങ്ങനെ നമ്മള് വിചാരിച്ചതിന്റെ അത്രയൊന്നും ഭൂകമ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൻ നല്ല കൂളായിട്ട് പോയി കുത്തോണ്ടിട്ട് വന്ന്. സാധാരണ പിള്ളേരെന്ന് പറയുമ്പം ഞാൻ വിചാരിച്ച അപ്പുറത്ത് വേറൊരു കുഞ്ഞൊക്കെ കരഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ഒന്നാമത്തെ വരെ ഇവൻ ഉറങ്ങി കിടക്കുമായിരുന്നു. ഇയാള് കരഞ്ഞ് മെഴുകുമെന്ന് ഞാൻ വിചാരിച്ചു. എവിടെന്ന് അങ്ങോട്ട് കുത്തി. പിന്നെ വൈറ്റമിൻ ഒന്നും കുടിച്ചില്ല, എല്ലാം തുപ്പി കളഞ്ഞു. കുറച്ചേ കണ്ടേ കുടിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് ആൾക്ക് കുത്തുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് ചിണുങ്ങി, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ആ സമയത്ത് കരഞ്ഞു അല്ലേ? ആ സമയത്ത് കരഞ്ഞ് എന്നിട്ട് കൂളായിട്ടിരുന്നു. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കുത്തുകൊണ്ടു അവന്റെ ഡാഡായിട്ട് കൊടുത്ത് കണ്ടാണെന്ന്. ഇനിയിപ്പൊ നമുക്കൊരു നാരങ്ങാ വെള്ളം കുടിക്കാം. കാരണം എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ട്, ക്ഷീണം. ഞാൻ വിചാരിച്ചു പറ്റത്തില്ലായിരിക്കും, ഇവനാള് വിഷയക്കാരനാണ്, വിഷയം ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് കേട്ടോ. അവനവൻ്റെ ഡാഡാടെ കൂട്ടാന്ന് എനിക്ക് മനസ്സിലായി. എനിക്കാണ് ഇതിനൊക്കെ പൊതുവെ ഒരു മടിയും കാര്യങ്ങളൊക്കെ, ഇങ്ങനെ കുടിക്കാനും കുത്തുകൊള്ളാനൊക്കെ മടിയൊക്കെ. പക്ഷെ പുള്ളിക്കാരന് ഒരു മടിയില്ല. എത്ര മരുന്ന് വേണമെങ്കിലും എത്ര കൈപ്പുണ്ടെങ്കിലും പുള്ളിക്കാരൻ കുടിച്ചോളൂ. അതേപോലെയാണ് ഇവനെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്റെ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു, പ്രകടനങ്ങൾ. എന്തായാലും എൻ്റെ അത് കിട്ടാൻ ഞാൻ കാര്യമായി. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വെള്ളം മരുന്ന് കുടിക്കാനും. അതുപോലെ തന്നെ ഈ ഗുളിക അയണും കാൽസ്യം പോലും എനിക്ക് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ ഒരു അവസ്ഥ ഇവര് കിട്ടാൻ ഞാൻ കാര്യമായി. ഇനി വീട്ടിൽ പോയി അല്ലെങ്കിൽ സോഡ, നമുക്കൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാം. നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. വൈകിട്ട് മഴയും രാവിലെ വെയിലും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കുഞ്ഞിനെ തരണ്ട, കുഞ്ഞിനെ. കാരണം നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ കുഞ്ഞ് കരയുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഭയങ്കരമായിട്ട് കരയും, ചില പിള്ളേർ ഭയങ്കരമായിട്ട് കരയത്തില്ലേ. അപ്പോൾ അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അവരിങ്ങനെ കയറിയപ്പം അവിടുത്തെ JPHന് ബാക്കി നഴ്സ് എല്ലാം കൂടെ പറഞ്ഞു വേണ്ട അച്ഛൻ്റെ കൊടുക്കണ്ട, അമ്മ തന്നെ പിടിച്ചത്. എന്താ അച്ഛൻ്റെ കൊടുത്തത്? അതെനിക്ക് അറിയാത്തൊരു ചോദ്യം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ ഇഞ്ചക്ഷന് അമ്മ തന്നെ വേണം,
അമ്മ തന്നെ ഇഞ്ചക്ഷൻ കുഞ്ഞിനെ എടുപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ. അതൊക്കെ എവിടുത്തെ നിയമമാണ് എന്ന് എനിക്കറിയത്തില്ല. അതെന്താ സംഭവം അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എന്തായാലും ഇനി വീട്ടിൽ പോയി പാരസെറ്റമോൾ സിറപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ് പനി വരുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. പനി വരുമെന്നാണ് അവർ പറയുന്നത്, ഭയങ്കര പനി വരും എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലൊക്കെ അനക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. കാല് ജസ്റ്റ് കുഞ്ഞിനെ അനക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ചെറിയ പേടിയുണ്ട്, നൈറ്റിനി പുള്ളിക്കാരൻ കരഞ്ഞാലോ എന്നുള്ളൊരു പേടിയും ഉണ്ട്. സാധാരണ നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കൊള്ളത്തില്ല കേട്ടോ. പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ നല്ല ചുമയാണേ. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന അനുസരിച്ച് ചോക്ലേറ്റ് ആയതുകൊണ്ട് മധുരം വല്ലായിട്ട് അറിയുന്നില്ലേ. എന്തുവാ അത്? എന്തുവാ അതെന്തുവാ? എന്തുവാ അതെന്തുവാ? കുഞ്ഞിക്കൈ വളരെ വളരെ ചെറുതാണ്. കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കാം, കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കാം. ഇതുപോലുള്ള അരിക്കുളുത്ത് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെയുള്ളതൊക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം. എനിക്ക് ഇത് പൊട്ടിച്ചു തരാൻ പറ. ഇത് പൊട്ടിച്ചോണ്ട് വാ, ഇത് പൊട്ടിച്ചോണ്ട് വാ. അയ്യോ കുഞ്ഞിന് ചെയ്തില്ലേ? ഗ്ലാസും തമ്മിട്ട് ഷൊട്ട. ഞാൻ അങ്ങനെ വീടെത്താറായപ്പോൾ പറഞ്ഞ ചിക്കൻ മേടിക്കാൻ മൈൻഡ് മാറ്റിക്കളഞ്ഞു. ഉറങ്ങാൻ പോയി, ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. മനുടെ വീടിൻ്റെ പെണ്ണി എത്തിയപ്പോൾ താപ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിക്കൻ കടയാണ്. ചിക്കൻ കടയിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ച് പോകും. വണ്ടി കയറ്റം വലിക്കത്തില്ല, ഭയങ്കര പാടായി വണ്ടി. നമുക്ക് വണ്ടി ഇങ്ങ് മാറ്റിയില്ല. അത് ഇയാള് നല്ലോണം ഓടിച്ചാലേ വണ്ടി വലിയ കുട്ടാ. ഞാൻ ഓടിക്കാതല്ലേ ഗ്യാസ് CNG ആയതുകൊണ്ട് വലിയ കയറ്റം വലിയ മിസ്സിംഗ് ഉണ്ട്. ഒന്നുമില്ല, അതൊക്കെ ഇയാളുടെ അടവാണ്, അടവ്. വീഡിയോ കാണുക, ഭയങ്കര സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് വാങ്ങിക്കാം. ഓക്കെ, എല്ലാവരും വണ്ടി വാങ്ങണം. ഞങ്ങൾക്ക് ആഗ്രഹം ഒരു പുതിയ കണ്ടന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് മതി, പുതിയ കണ്ടന്റ് നിങ്ങൾക്ക് കാണണം. നമുക്ക് അധികം വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ള യൂട്യൂബേഴ്സുമാരെ പോലെ വ്യൂസോ കാര്യങ്ങളൊന്നും ഈ ചാനലില്ല. അതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഇതൊക്കെ ഉണ്ടാകും. അതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വീട് വെക്കാം, കാറ് വാങ്ങാം, പിന്നെ പല കാര്യങ്ങളും ചെയ്യാം, പല ബിസിനസ് തുടങ്ങാം. എന്നിട്ട് പിന്നെ ഞങ്ങളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങളെ കുറ്റം പറയണം. പിന്നെ ഞങ്ങൾ വളരും. ഓക്കെ, അങ്ങനെ എല്ലാവരും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ കണ്ടന്റ് ഏതാണെന്ന് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായി കമന്റ് ഇട്ടോളൂ, ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. കമന്റ് ഇടണം, കമന്റ് ഇടാതെ ഒരു വക ചെയ്യത്തില്ല അല്ലേ? പറഞ്ഞാലേ ഞങ്ങൾ അറിയത്തുള്ളൂ, അല്ലെ ഞങ്ങൾ അറിയത്തില്ല. നിങ്ങളുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തോ, മാക്സിമം ഷെയർ ചെയ്താൽ കൊടുത്തോ, എല്ലാവരും കാണട്ടെ. ചുമ്മാ ഷെയർ ചെയ്തോ, പിന്നെ അറിയാന്ന് വെച്ചാ ഷെയർ ചെയ്താ. ഞങ്ങൾക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. മാക്സിമം ഒരു 100 പേര് ഒരു 100K അടിച്ചാൽ മതി, അതിൽ കൊണ്ടൊന്നും വേണ്ട. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. എന്റെ ലോങ് വീഡിയോ അല്ല, ഇപ്പോൾ 50K അടിച്ചാൽ മതി, അതിൽ വേണ്ട. അതിൽ അടിക്കുന്നില്ല. പിന്നെ എന്റെ റിയാക്ഷൻ വീഡിയോസിനൊക്കെ
വ്യൂസ് കയറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇതുപോലുള്ള നമ്മുടെ തട്ടിക്കൂട്ട് വ്ളോഗ്സിനൊന്നും അങ്ങനെ വ്യൂസ് കയറുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് നിങ്ങളത് പറഞ്ഞോ, നമ്മളത് മാക്സിമം ശ്രമിക്കുന്നതായി. അങ്ങനെ നേരെ ചിക്കൻ കടയിൽ കയറി ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ വാങ്ങിച്ചിട്ട് പിന്നെ അധികം കറങ്ങാനോ എങ്ങോട്ടും പോകാനൊന്നും നിന്നില്ല. കാരണം കുഞ്ഞിന് നമുക്ക് പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കണമായിരുന്നു. അങ്ങനെ നേരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 800 മീറ്ററൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ദേ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.